എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വരുന്ന സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDIT ജോബ് വേക്കൻസി ഉണ്ട്. പ്രൊജക്ട് സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDIT ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് പ്രോഗ്രാം മാനേജർ, ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് ആണ്. പ്രോഗ്രാം മാനേജർ ഒരു വേക്കൻസിയാണ്. ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 70,000 വരെയാണ്. ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് 2 വേക്കൻസിയാണ്. ശമ്പളം ലഭിക്കുന്നത് 30,000 മുതൽ 40,000 വരെയാണ്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് പ്രോഗ്രാം മാനേജറാണ്. വേക്കൻസി 1. പ്രായപരിധി 28 മുതൽ 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MTech ഓർ ഇക്വലൻറ്റ് വിത്ത് CS അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓർ ഇലക്ട്രോണിക്സ് ആസ് മേജർ സബ്ജക്റ്റ് അല്ലെങ്കിൽ MBA ആണ് വേണ്ടത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കോഴ്സും ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇത് കൂടാതെ മിനിമം 5 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. അപ്പോൾ BTech, MCA, MTech, MSc അല്ലെങ്കിൽ MBA കൂടാതെ 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. ജോബ് റോൾ കൊടുത്തിട്ടുണ്ട്. ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 70,000 വരെയാണ്. ജോലി വരുന്നത് 1 ഇയറിലേക്കാണ്. കോൺട്രാക്റ്റ് ബേസിസിലാണ്. പിന്നീട് റിക്വയർമെൻറ്റും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരത്താണ്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നെങ്കിൽ റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കും. ഇതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് ആണ്. വേക്കൻസി 2. പ്രായപരിധി 26 മുതൽ 35 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MBA ആണ് വേണ്ടത്. വിത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആസ് മേജർ സബ്ജക്റ്റ് വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. only for BTech or MTech or MSc or MCA ഹോൾഡേഴ്സ്. ഇനി MBA അല്ലെങ്കിൽ BSc ഹോൾഡേഴ്സ് ആണെങ്കിൽ 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് വരുന്നത്. ജോബ് റോളും സ്കിൽസും കൊടുത്തിട്ടുണ്ട്. റെമ്യൂണറേഷൻ ലഭിക്കുന്നത് പെർ മന്ത് 30,000 മുതൽ 40,000 വരെയാണ്. പിന്നീട് വരുന്നത് 1 ഇയറിലേക്കാണ്. കോൺട്രാക്റ്റ് ബേസിലാണ്. ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിലിളവുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് വിളിക്കുന്നതായിരിക്കും. നിങ്ങൾ വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. സെലക്ട് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.careers.cdit.org ആണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് മെയിൽ വഴി കിട്ടുന്നതായിരിക്കും. എല്ലാവിധ കമ്മ്യൂണിക്കേഷൻസും മെയിൽ വഴിയായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 29 വൈകുന്നേരം 5 മണി വരെയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ CDIT ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.